എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പെയിൻറ്റിങ് ചെയ്യുക, പെൻസിൽ ഡ്രോയിങ് ചെയ്യുക, ഇതൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ഇമാജിനേഷൻ വർക്കാണ്. ഇപ്പം ഞാനിവിടെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ബേസിക് ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു പിച്ചക്കാരനെ വരയ്ക്കാനുള്ള ശ്രമമാണ്. ഒരു പിച്ചക്കാരൻ എന്നുള്ള ഒരു രീതിയിൽ പഴയ കാലത്തൊരു പിച്ചക്കാരൻ്റെ കുന്നംകുളത്തേ. അപ്പോൾ അതൊരു CID പിച്ചക്കാരനായിരുന്നു. അപ്പോൾ അത് പഴയൊരു കഥ. അപ്പോൾ അതൊരു ഓർത്തിട്ട് ആ ഒരു സംഭവം ഓർത്തിട്ട് ആ ഒരു പിച്ചക്കാരൻ എങ്ങനെയായിരിക്കും എന്നുള്ളൊരു സങ്കല്പത്തിൽ വരയ്ക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കുക എന്നുള്ളത് മാത്രമല്ല, ഇത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റേതായ ഒരു എന്താ പറയുക, ഒരു വരയ്ക്കാനുള്ള ഒരു ഇൻസ്പിറേഷൻ ലഭിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും ലഭിക്കും. അത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് കണ്ടുകൊണ്ടേയിരിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു ഇൻസ്പിറേഷൻ ഉണ്ടാവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ഇത് വാട്ടർ കളർ പെയിൻറ്റിങ് എന്നുള്ള രീതിയിലല്ല, ഒരു ഇല്ലസ്ട്രേഷൻ വർക്ക് ചെയ്യുക. നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന മാതിരി നമുക്ക് പെൻസിൽ കൊണ്ട് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്ത് കൊണ്ടുവരുന്ന, ബ്രഷ് കൊണ്ടുള്ള ഔട്ട്ലൈനൊക്കെ വരച്ച് വാട്ടർ കളറൊക്കെ ചെയ്തു വരുന്ന ഒരു രീതി. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന് വെച്ചാൽ, ഇത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. എങ്ങനെയാണിത് വരയ്ക്കുന്നത് എന്ന് കാണുമ്പോൾ അതാണ് ഇതിന് മെയിനായിട്ട് ഞാനിതിൽ ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല, ഇത് ഒരു ഇമാജിനേഷൻ ആകുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് വരച്ച് കൊണ്ടുവരുന്നത്, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ് എന്നുള്ള ആ ഒരു ആസ്വാദനം നിങ്ങൾക്കെല്ലാവർക്കും കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഞാനിത് വരച്ചു കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലത്തുള്ള വീഡിയോസുകൾ ഞാൻ ഒരുപാട് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇത് ഫോട്ടോഷോപ്പിലൊക്കെ എല്ലാവരും ചെയ്യുമ്പോൾ അതിന് വേണ്ടതായിട്ടുള്ള സ്കെച്ചുകളൊക്കെ തയ്യാറാക്കാനും അതിനുശേഷം ഇത് സ്കാൻ ചെയ്തിട്ട് ഫോട്ടോഷോപ്പിലേക്ക് ചെയ്ത് അതിൽ ലെയറുകൾ കൊടുക്കാനൊക്കെ നിങ്ങൾക്ക് ഉപകരിക്കും. അതുപോലെ തന്നെ ഒരു ചിത്രം എങ്ങനെയാണത് ഷേപ്പാക്കി കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നേരത്തെ പറഞ്ഞ ഈ സംഭവം ഇതിൽ കൊണ്ടുവരുന്നത്. ഇവിടെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഒന്ന് ക്ലോസപ്പിൽ ഒന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ മൂക്ക് കണ്ണൊക്കെ വരച്ചിട്ടുണ്ട്, അതിൻ്റെയൊക്കെ മാർക്കിങ് ചെയ്തിട്ടുള്ള സ്ഥാനങ്ങൾ. പക്ഷെ നമ്മുടെ പിച്ചക്കാരൻ താഴോട്ടേക്കാണ് നോക്കുന്നത്. അപ്പോൾ ഇതിലെന്തോ മേലോട്ട് നോക്കുന്ന ഒരു ഫീല് വരുന്നത്. അതുകൊണ്ട് നമ്മൾ മടി കൂടാതെ അത് മാച്ച് വീണ്ടും ആ ഒരു എഫക്റ്റ് ഉണ്ടാക്കിയെടുക്കുക, ആ ഫീൽ ഉണ്ടാക്കിയെടുക്കാനാണ് പിന്നെ ശ്രമിക്കുന്നത്. അപ്പോൾ പിച്ചക്കാരൻ്റെ ആ നോട്ട് ഏകദേശം താഴോട്ടായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പിന്നെ അവർക്ക് പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലൊന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് വരയ്ക്കാവുന്നതാണ്. കാരണം ഒന്ന് മീശ വളരെ റഫായിരിക്കും, താടിയും പിടിക്കുന്നു, വെട്ടാനൊക്കെ മടി കാണിക്കില്ല. അതാരും അങ്ങനെ അവർ ഗൗനിക്കണില്ല എന്നുള്ളതാണ്. ഒരു പിച്ചക്കാരനൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം എന്നുള്ള ഒരു ചിന്താഗതിക്കുണ്ടാകും. മാനസികമായിട്ടുള്ള തകർച്ചകളോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഒരു ഭിക്ഷക്കാർക്ക്. അപ്പോൾ ആ ഒരു ഇമേജിൻ നമ്മൾ കീപ്പ് ചെയ്തുകൊണ്ട് വരയ്ക്കുകയാണ്. ഇതെന്താണ് സംഭവം ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഭിക്ഷക്കാരൻ്റെ ചുമലിൽ ഒരു വലിയൊരു ബാണ്ടൊക്കെ ഇട്ടുണ്ട്, ഈ ചാക്ക് തുണി ഇതൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ റോഡ് സൈഡിൽ കാണുന്ന കടലാസ് തുണ്ടുകളൊക്കെ ഇങ്ങനെ പറക്കി കൂട്ടലാണ് പിച്ചക്കാരൻ്റെ ജോലി. പക്ഷെ ഇത് ശരിക്കൊരു പിച്ചക്കാരനാണെങ്കിലും കുന്നംകുളത്ത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളതെന്നൊക്കെ പറയുന്നുണ്ട്. അതായത് ഒരു CID ആണ് ഇയാൾ എന്നൊക്കെയാണ് പഴയ കാലത്ത് ആൾക്കാർ പറഞ്ഞിരുന്നത്. പിച്ചക്കാരെന്നൊക്കെ പറയുകയാണെങ്കിൽ പേര് മാത്രമല്ല പിച്ചക്കാർ, അത് എന്തിങ്ങനെ കടലാസ് പറക്കി കൂട്ടിലും വേസ്റ്റുകളൊക്കെ ഇങ്ങനെ പറക്കി സഞ്ചിയിലാക്കി കൊണ്ടിരിക്കുന്ന ഒരു പിച്ചക്കാരനെ നമ്മൾ കാണാറ്. അപ്പോൾ ആരും അയാളെ വകവയ്ക്കാറില്ല. പക്ഷേ ഇയാളൊരു CID അത് കാണുമ്പോൾ അല്ലെങ്കിൽ അറിയുമ്പോൾ സിനിമയിലൊക്കെ കാണുന്ന മാതിരിയുള്ളൊരു സംഭവം കുന്നംകുളത്തുണ്ടായിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്.
അപ്പോൾ അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ഒരു ഇല്ലുസ്ട്രേഷൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത് എങ്ങനെയത് കാണിക്കാനായിട്ട് നിങ്ങൾക്കൊരു ഇൻസ്പിറേഷൻ എന്നാണ് ഒരു പ്രചോദനം കിട്ടാൻ വേണ്ടി അത് ഞാൻ യൂട്യൂബിൽ കൊടുത്തിരിക്കുകയെന്ന് മാത്രം. അപ്പോൾ ഇത് ഇനി അടുത്തത് നമ്മൾ ഇന്തിരിങ്ക് ഉപയോഗിച്ചാണ് കേട്ടോ, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. സാധാരണ അല്ലെങ്കിൽ അക്രലിക്കായാലും കുഴപ്പമില്ല, ഇന്തിരിങ്ക് ആകുമ്പോൾ നമുക്ക് ഒരേ ഡെപ്തിൽ കിട്ടും. അക്രലിക്കാകുമ്പോൾ നമ്മൾ എപ്പോഴും അത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇന്തിരിങ്ക് മുകളിൽ എന്താ പറയുക, ബോട്ടിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ലൈറ്റായിട്ട് കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അടച്ചിട്ട് നന്നായി ഷെയ്ക്ക് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ബ്രഷ് കൊണ്ട് അത് പെയിൻറ്റ് ചെയ്യാനായിട്ട്. ഇത് വാട്ടർ പ്രൂഫായിട്ടുള്ളതാണ് ഈ ഇന്തിരിങ്ക് എന്ന് പറഞ്ഞ സംഭവം. വെള്ളം കൊണ്ടു കഴിഞ്ഞാലും അത് ഇളകില്ല, അത്ര ഉറച്ചിരിക്കും. സാധാരണ പേപ്പറിലാണ് വരയ്ക്കുന്നത്, പ്രത്യേകിച്ചുള്ള പേപ്പറൊന്നുമല്ല, സാധാരണ ഒരു പേപ്പറിൽ നമുക്ക് വരയ്ക്കുക. കട്ടിയുള്ള കാർഡ് പേപ്പറാണെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അത് ചുളിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ചുളിയാതിരിക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ വരയ്ക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഫോട്ടോഷോപ്പിൽ നേരത്തെ പറഞ്ഞല്ലോ, അതേമാതിരി തന്നെയാണ് ഇതിൻ്റെ സ്റ്റൈൽ. ഇതിൻ്റെ പെയിൻറ്റിങ് സ്റ്റൈല് ഔട്ട്ലൈനൊക്കെ വരച്ച് നമ്മളതിൻ്റെ കളറിങ് ഫില്ല് ചെയ്യുമ്പോൾ ആ ഒരു സ്റ്റൈലിലേക്ക്, ഇല്ലുസ്ട്രേഷൻ സ്റ്റൈലിലേക്ക് വരും. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ ആ പിച്ചക്കാരുടേതായ താടിയും മുടിയൊക്കെ ഒന്നുകൂടി ഡെവലപ്പാക്കി കൊണ്ടുവരികയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി കൈയിൻ്റെ ആ ഷർട്ട്, അപ്പോൾ ഇതിന് നമ്മൾ ആദ്യം തന്നെ കൈ വരച്ചിട്ടുണ്ടല്ലോ, പക്ഷെ നമ്മളതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ട് അതിൻ്റെ കറക്റ്റ് ലെവൽ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഇന്ത്യനെങ്കിൽ കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കോളർ, ഷർട്ടിൻ്റെ കോളറൊക്കെ വളരെ തൂങ്ങി അഴിഞ്ഞ് കിടക്കുന്ന സ്റ്റൈലിലാണ്, അല്പം കീറിയിട്ടുള്ള സ്റ്റൈലൊക്കെ നമ്മൾ വരയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരു അഴഞ്ഞ് കിടന്നിട്ടുള്ള ഷർട്ട് നമ്മൾ സ്കെച്ചിട്ടതിൻ്റെ മുകളിൽ കൂടെ അല്ല ഇപ്പോൾ വരയ്ക്കുന്നത്. കാരണം നമുക്കതിനെ ഒന്നും കൂടി പരിഷ്കരിച്ച് കൊണ്ട് വരയ്ക്കുകയാണ്. നമ്മൾ ഫസ്റ്റിലൊരു പെൻസിൽ സ്കെച്ച് ഇട്ടു, സെക്കൻഡിൽ വരച്ചതാണ് അല്പം ഡെപ്തായിട്ടുള്ള ഈ ഔട്ട്ലൈൻ കാണുന്നത്. പിന്നെ തേർഡാണ് നമ്മൾ ഈ ബ്രഷ് എടുത്തിട്ടുള്ള കളി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഒന്നും കൂടി പെർഫെക്ഷനായിട്ട് കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കൈ വരയ്ക്കുന്നുണ്ട്, ഒരു കടലാസ് തുണ്ടുകളൊക്കെ പറക്കി ചാക്കിലാക്കാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ആക്ഷനാണ്. കാല് മടക്കി ഇങ്ങനെ കുന്താലിൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു സ്റ്റൈലിലുള്ള ചിത്രമാണ് വരയ്ക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചിത്രം വരയ്ക്കാൻ ആഗ്രഹമുണ്ടാവുകയാണെങ്കിൽ ഈ ചിത്രം വിജയിച്ചു എന്ന് പറയാം. നിങ്ങൾക്ക് ഇത് കണ്ടിട്ട് പ്രത്യേകിച്ച് ഇത് സ്കിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പോവുകയാണെങ്കിൽ യാതൊരു പ്രയോജനം ഈ വീഡിയോ കൊണ്ട് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിങ്ങൾ ആർട്ടിസ്റ്റ് ആയിരിക്കുമെങ്കിൽ പോലും നിങ്ങൾക്കതൊരു ഇൻസ്പിറേഷൻ കിട്ടാനും ഒരു ബിഗിനേഴ്സായാലും ഇൻസ്പിറേഷൻ കിട്ടാനും വളരെ സഹായിക്കുന്നൊരു ഡ്രോയിങ് ആയിട്ടാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ കൈ വരയ്ക്കുന്നത് ഷോൾഡർ ഒന്നും കൂടി ഒതുക്കിയിട്ടാണ് വരച്ചിട്ടുള്ളത്. കാരണം അത്രയധികം വീതിയിൽ ഷോൾഡർ വരാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ടും അത് ആദ്യത്തെ സ്കെച്ചിൽ നിന്ന് അവിടെ കാണുമ്പോൾ തന്നെ നമുക്കതിൽ നിന്ന് എടുത്ത് ഒന്നും കൂടി ഡെവലപ്പാക്കി എടുത്ത് കൊണ്ടുവരികയാണ്. അതുകൊണ്ട് നിങ്ങൾക്കതിൽ സംശയം തോന്നുന്നത് കൈ അവിടെയാണ് അല്ലെങ്കിൽ ഷോൾഡർ ഇങ്ങനെയാണ് ഇതിൽ ആദ്യം വരച്ചത്, പക്ഷെ ഇപ്പോൾ വരയ്ക്കുന്നത് സ്ഥാനം മാറിയിട്ടാണല്ലോ എന്നുള്ളൊരു സംശയം ഉണ്ടാവും. അത് ഞാൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നമുക്ക് ഇപ്പോൾ ലാസ്റ്റായിട്ടാണ് ഇപ്പോൾ കണ്ടു വരച്ചിട്ടുള്ളത്. അതേമാതിരി മുഖത്ത് ഒന്നും കൂടി അതിൻ്റേതായ ഒരു പിച്ചക്കാരന് ആകെ ഒരു ക്ഷീണിച്ച ഒരു ഫേസ് വേണം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ വരകളും കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് വേണം വരയ്ക്കാനായിട്ട്.
അതേമാതിരി ഷർട്ടൊക്കെ വളരെ പാകമില്ലാത്ത ആരെങ്കിലും ഇട്ട് കൊടുത്തിട്ട് ഷർട്ടായിരിക്കും. അപ്പോൾ നമ്മൾ വരയ്ക്കുമ്പോഴൊക്കെ അത്തരത്തിലുള്ള ഒരു ഭിക്ഷക്കാരന് വേണ്ടതായിട്ടുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണ് നമ്മൾ വരയ്ക്കുമ്പോൾ തന്നെ നല്ലപോലെ മനസ്സിൽ കാണുക. ആ രൂപം മനസ്സിൽ കണ്ടാൽ മതി. അപ്പോൾ അപ്പോൾ തന്നെ നമുക്കത് ഏതെല്ലാം ഷേപ്പിൽ വേണം വരയ്ക്കാനുള്ള ഒരു ആശയങ്ങളൊക്കെ അപ്പം തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരച്ചു കൊണ്ടിരിക്കുമ്പോൾ വരും. ഇനി നമ്മൾ കളർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ ആദ്യം തന്നെ നമ്മൾ ബാക്ക്ഗ്രൗണ്ടാണ് കൊടുക്കുന്നത്. കാരണം നമുക്ക് അതിൻ്റെ ഒരു ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നത്. അങ്ങനെയാകുമ്പോഴാണ് നമുക്ക് ആ ഫിഗറിൻ്റെ ശരിക്കും നമ്മൾ വരയ്ക്കുന്ന വ്യക്തിക്ക് നല്ലവണ്ണം ആസ്വദിച്ച് വരയ്ക്കാൻ ഒരു പ്രത്യേക ഒരു ഫീൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതിൻ്റെ ബോഡിയും കളറൊന്നും വന്നിട്ടില്ലെങ്കിലും എന്തോ പൂർത്തീകരിച്ച മാതിരിയുള്ളൊരു ഫീല് നമുക്കുണ്ടാകും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ് ശരിക്കുള്ള വാട്ടർ കളർ പെയിൻറ്റിങ് സ്റ്റൈലല്ല, പക്ഷെ നമ്മളൊരു ഇല്ലുസ്ട്രേഷൻ സ്റ്റൈലിൽ ആ രീതിയിൽ വേണം കാണാൻ. അത് നമ്മളിപ്പോൾ ഫോട്ടോഷോപ്പായാലും ഇല്ലുസ്ട്രേഷനായാലും അതിൽ കളർ കൊടുത്ത് നമ്മൾ ഒരു ബുക്കിന് വേണ്ടിയിട്ട് വരയ്ക്കുന്ന ആ ഒരു സ്റ്റൈല് നമുക്കറിയാം. പല പെയിൻറ്റിങ് സ്റ്റൈലുകളുണ്ടെന്ന്. പക്ഷെ നമ്മളൊരു ഔട്ട്ലൈൻ വരച്ചു കൊണ്ടുള്ള ഒരു പെയിൻറ്റിങ് സ്റ്റൈലാണ് നമ്മളിവിടെ കാണിക്കുന്നത്. ഇതേ രീതിയിൽ നമുക്കൊന്ന് വരച്ച് നോക്കാനായിട്ട് ഒരു എന്താ പറയുക, ഒരു സാമ്പിൾ വരയ്ക്കുക. അതുപോലെ ഓരോന്നൊക്കെ വരച്ചിട്ട് നിങ്ങൾ അതിൻ്റെ അഭിപ്രായങ്ങൾ ഈ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതുക. നിങ്ങളുടെ ഈ ചിത്രങ്ങളൊക്കെ വരയ്ക്കുന്നതിനെ പറ്റിയിട്ട് ഇത് കണ്ടിട്ട് പ്രചോദനം ഉണ്ടെങ്കിൽ മാത്രം വരച്ചാൽ മതി. അത് വരച്ചിട്ട് നിങ്ങൾ അതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിൽ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. അതേപോലെ തന്നെ നമുക്ക് ഈ കളറിങ് കൊടുക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ സ്കെച്ച് ചെയ്യുമ്പോഴൊക്കെ പല പല പ്രശ്നങ്ങളുണ്ടാവാറുണ്ട്. ഏതൊരാൾക്കുണ്ടാകുന്നൊരു പ്രശ്നമാണത്. അതുകൊണ്ട് അതിനെപ്പറ്റി അതിലെന്താണ് നിങ്ങളുടെ പോരായ്മകൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിനെ പറ്റിയിട്ട് പറയുക. പിന്നെ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാനായിട്ട് എൻ്റെ ഈ ചിത്രം നമുക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കാൻ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ തന്നെ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കാരണം അത് മറക്കുന്നൊരു സംഭവമാണ്. ഞാനായാലും മറ്റ് വീഡിയോകളൊക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്യാൻ മറക്കാറുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ടത് കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യും. കാരണം അത് നമുക്കൊരു എന്തൊരു ഇൻസ്പിറേഷൻ, നമുക്കൊരു പ്രചോദനമാണല്ലോ ഇതിങ്ങനെ കൂടുതൽ വീഡിയോ ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അത്ര കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇതിനോട് താല്പര്യം ഉള്ള ആളുകളാണ് ഈ ചാനൽ കാണുള്ളൂ എന്ന് എനിക്കറിയാം.
മറ്റേ പൊതു ചാനൽ കാണുന്ന മാതിരി ജനങ്ങളിങ്ങനെ ഇടിച്ച് വരുന്നൊരു സെക്ഷനല്ലാതെ എനിക്കറിയാം. അപ്പോൾ എങ്കിലും ഉള്ള ആളുകൾ അത് ഒന്ന് സഹകരിക്കുക. അങ്ങനെയാണെങ്കിലേ എനിക്ക് കൂടുതൽ വീഡിയോ ഇടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുള്ളൂ. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ പോർട്രേറ്റ് പെയിൻറ്റിങ്ങുകളും വാട്ടർ കളറിൻ്റെ ഒരുപാട് പെയിൻറ്റിങ്ങൾ ഇപ്പോൾ ഞാൻ മുമ്പ് കുറച്ച് പെയിൻറ്റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കാണാൻ നോക്കുകയാണെങ്കിൽ, ചാനൽ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് വാട്ടർ കളർ ചെയ്യുന്നതെന്നും അക്രലിക് പെയിൻറ്റിങ് എങ്ങനെ ചെയ്യുക, ചാർക്കോൾ പെയിൻറ്റിങ് ഡ്രോയിങ് എങ്ങനെ ചെയ്യുക, പെൻസിൽ ഡ്രോയിങ് ഇതുമാതിരി സ്കെച്ച്, സിമ്പിൾ സ്കെച്ചൊക്കെ ചെയ്ത് എങ്ങനെ വരയ്ക്കുക, ഓയിൽ പെയിൻറ്റ്, ഫോട്ടോ വരയ്ക്കുക എങ്ങനെയാണ്, സീനറി വരയ്ക്കുക എങ്ങനെ, അങ്ങനെ ഒരുപാട് പെയിൻറ്റിങ്ങിൻ്റെ ഒരു കലവറ തന്നെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പോൾ ഇനിയും ഒരുപാട് പെയിൻറ്റിങ്ങൾ ചെയ്യാനുള്ള നമുക്ക് എന്താ തോന്നുന്നത്, എന്താണെന്ന് എനിക്ക് ഓരോ സാഹചര്യത്തിൽ താല്പര്യം തോന്നുന്നത് അത് ഞാൻ വരയ്ക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്കത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതോടുകൂടി തന്നെ ഇത് കാണുന്നവർക്ക് അതൊരു രസകരമായിട്ടുള്ളൊരു കാര്യമായിട്ട് ചെയ്യാനുള്ള, വർക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, താല്പര്യം ഉണ്ടാക്കിയെടുക്കുക. ഇത് സഹായിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ മുഷിഞ്ഞ ഡ്രസ്സാണ്, വെള്ള മുണ്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ വെള്ള മുണ്ടിന് കുറച്ച് മുഷിച്ചിരി പോലുള്ള കാണിക്കണം. അങ്ങനെ എല്ലാം കൊണ്ടൊരു ഷെയ്ഡ് പോലെ കാണിക്കണം നമുക്ക്. അപ്പോൾ ചടി പിടിച്ച മാതിരി മുഖത്ത് ഇത്രയും വളരെ വ്യക്തത ഇല്ലാതെ ഒന്നും കൂടി ഡിമ്മാക്കി കൊടുക്കുക വേണം. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മളത് ചെയ്ത് വരുമ്പോൾ നമുക്ക് ബേസിക്കായിട്ട് ഔട്ട്ലൈൻ വരച്ചിട്ട് ബ്ലാക്ക്, അത് എന്തിനെങ്കിലും ആയതുകൊണ്ട് തീരെ ഇളകില്ല. ആ ഒരു ധൈര്യത്തിലാണ് ഇപ്പോൾ ഈ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇല്ലുസ്ട്രേഷൻ സ്റ്റൈലിൽ വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്താൽ നമുക്ക് ധൈര്യമായിട്ട് വരയ്ക്കാൻ പെട്ടെന്ന് വർക്ക് കഴിയും. അല്ലെങ്കിൽ അതിങ്ങനെ തീരാത്തൊരു സംഭവമായിട്ട് ഇങ്ങനെ നീങ്ങി നിരങ്ങി പോകാൻ തുടങ്ങും. ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്നൊരു ഷോർട്ടായ മാതിരി തോന്നും, നമുക്കൊരു ഫീൽ ഉണ്ടാവുകയാണ്, പെട്ടെന്ന് തീരുകയാണെന്നുള്ളൊരു ഫീല്. ഇനി ഇങ്ക് കൊടുക്കാതെ, അതായത് ഔട്ട്ലൈൻ കൊടുക്കാതെ നമുക്ക് ഒരുപാട് വരയ്ക്കാം. പക്ഷെ അത് കുറേ സമയമെടുത്തിട്ട് ചെയ്യുന്ന സംഭവമാണ്. അത് ചെയ്യുന്ന സ്റ്റൈൽ ഞാൻ വേറൊന്ന് ചെയ്യുന്നുണ്ട്. അതായത് വാട്ടർ കളറിൽ ഇല്ലസ്ട്രേഷൻ ഔട്ട്ലൈൻ ഇല്ലാതെ തന്നെ ചെറിയൊരു ഇതുണ്ടായിരിക്കുമെങ്കിൽ പോലും ബ്ലാക്ക് ഔട്ട്ലൈൻ ഒന്നും ഇല്ലാതെ നല്ലൊരു പെയിൻറ്റിങ് ഞാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് കാഴ്ചപ്പതിപ്പുള്ള കണ്ടിട്ടുള്ള ആ സ്റ്റൈൽ തന്നെ, അത് എങ്ങനെയാണ് ഒരു പെയിൻറ്റിങ് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാവുന്നതാണ്. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഒരുപാട് വർക്കുകളായിട്ട് ഞാൻ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ക്ഷമയോടുകൂടി ഇത് കണ്ട് നിങ്ങൾക്ക് അതിനോട് പ്രയോജനമുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം. എൻ്റെ മുമ്പെടുത്ത വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഈ ഒരു വീഡിയോയിൽ നിന്നും എന്നെ വിലയിരുത്താൻ നിൽക്കരുത്. കാരണം ഇതിൻ്റെ സ്റ്റൈൽ അങ്ങനെയാണ്, ഈ പെയിൻറ്റിങ് രീതി ഇങ്ങനെയാണ്, അതുകൊണ്ട് ഇതാണ് എനിക്ക് ഇങ്ങനെയാണ് അറിയുള്ളൂ, വരച്ച് കാണിച്ചു തരാൻ അറിയുള്ളൂ, തെറ്റിദ്ധരിക്കരുത്. എല്ലാ വീഡിയോകളും ഒന്ന് കണ്ടു നോക്കണം. അങ്ങനെ നിങ്ങളുടെ കഴിവിനെ ഒന്ന് പരിപോഷിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ടുള്ള ലക്ഷ്യം. ഓക്കെ, ഇത് വ്യത്യസ്തമായൊരു ശൈലിയാണ്, പെയിൻറ്റിങ് ശൈലിയാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.